ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പറഞ്ഞാൽ ഞാൻ ഇന്നിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം പറഞ്ഞാൽ ഒരു സ്വിമ്മിംഗ് പൂളിലാണ്. ഇത് എവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ടു കീശ്ശേരി റോഡിലെ തൃപ്പണിഞ്ചി ടു പൂക്കോളത്തൂർ തന്നെ സെൻട്രലായിട്ട് വരുന്ന മൂന്നാംപടി പ്രദേശത്താണ് ഈ സ്വിമ്മിംഗ് പൂൾ ഉള്ളത് കേട്ടോ. എൻ്റെ വീടിൻ്റെ റോഡ് തന്നെയാണ്. അതിലൂടെ അടിയിലേക്ക് പോയാൽ മതി കേട്ടോ, താഴോട്ട് പോയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വീട്ടിൽ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇതിന് പറ്റുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടുണ്ട് കണക്റ്റിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക. നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതാണ് സോനാബാദാണ് സംഭവം കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് ഇവിടെ ചോദിച്ചറിയാം. ഇത് സോനാബാദ് ഇത് പൊതുവെ നമ്മളെ രാജ്യത്ത് കുറവാണ്. കേരളത്തിൽ തന്നെ മാക്സിമം 1-2 ഉണ്ടാവുള്ളൂ. നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ ബേൺ ചെയ്യുക, നമ്മളെ ഫാറ്റ് കുറയ്ക്കുക, നമ്മുടെ ശരീരത്തിലുള്ള അണുക്കളൊക്കെ ഇത് കൊല്ലും. അത് ബേൺ ചെയ്താണ് ഏകദേശം 50 ഡിഗ്രിയിലാണ് ഇത് ചൂടാക്കുക. പിന്നെ ഇത് ഉപയോഗിച്ചിരിക്കുന്ന വുഡ് പറഞ്ഞാൽ പൈൻ വുഡാണ്. സ്പെയിനിന്റെ വുഡാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതൊക്കെ മെയിനായിട്ട് യൂറോപ്യൻസ് ആണ് കൂടുതൽ ചെയ്യുക. ഇതൊന്നും ഇല്ലാതെ കൂടുതൽ തന്നെ ഇറങ്ങൂല. അത്രക്കും എഫക്റ്റീവ് ആണ് പോകുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അപ്പുറത്ത് ഇതുപോലെ തന്നെ സ്റ്റീം ബാത്തുള്ള സംഭവമുണ്ട്. അത് കൂടി മെച്ചപ്പെടുത്തിയാണ്. അപ്പൊ ഇതിനുള്ളിൽ ചെറിയൊരു അക്കോ ഉണ്ടാവും കേട്ടോ. ബാത്റൂമിലൂടെ ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ ഇതാണ് സ്റ്റീം ബാത്ത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത നമുക്ക് ചോദിച്ചറിയാം. ഇത് സ്റ്റീം ബാത്ത് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ്, പിന്നെ നമ്മളെ ബ്രീത്തിങ്ങിന്റെ പ്രശ്നം, പിന്നെ നീര്, അതിനൊക്കെ ഭയങ്കര നല്ലതാണ്. ബോഡിക്ക് ഭയങ്കര എഫക്റ്റീവ്. കൊളസ്ട്രോൾ കുറക്കും, പിന്നെ ഒക്കെ ബേണായി പോകും. അത്രക്കും ശരീരത്തിന് എഫക്റ്റീവ് ആയ കാര്യങ്ങളുണ്ട്. നമ്മളെ ഫുട്ബോൾ സിയാസനം നെയ്മർ പോലെയൊക്കെ ചെയ്യുന്ന സംഭവമാണ്. ബോഡിക്ക് അത്ര എഫക്റ്റാണ്. കളി കഴിഞ്ഞിട്ടൊക്കെ നമ്മളെ ബ്രീഡിങ് ഒക്കെ കൂടാൻ വേണ്ടി അതിനുള്ളതാണ്. ഇവിടെ ഇപ്പം നമുക്ക് കൂടുതൽ ഇപ്പോൾ 4-5 പാക്കേജ് വരുന്നുണ്ട്. ഫസ്റ്റ് പാക്കേജ് പറഞ്ഞാൽ ഒരു രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ആ ഒരു ഗ്യാപ്പിൽ വരുന്ന ഫാമിലി പറഞ്ഞാൽ 12 ആളാണ് ഫാമിലി വരിക. അഥവാ ബാച്ചിലേഴ്സ് ആണെങ്കിൽ 10 ആള്. ഓൽക്കിപ്പോൾ വരുന്ന റേറ്റ് പറഞ്ഞാൽ 1000 ഡേ ടൈമിന്. നൈറ്റിന് അതായത് 6 മണി തൊട്ട് എത്ര വരെ കുഴപ്പമില്ല, നമ്മൾ എത്ര വരെ കൊടുക്കണം. ആ ഒരു ടൈമിൽ വരുന്നത് 1200 പിന്നെ നമുക്ക് വരുന്ന പാക്കേജ് പറഞ്ഞാൽ ഈ ചെറിയ ഫാമിലികൾക്ക് ഇപ്പോൾ ബാക്കിയുള്ള പൂളിലൊന്നും ഈ ചെറിയ ഫാമിലികൾക്ക് പാക്കേജ് ഇല്ല. ഫുള്ളി 1200 1500 അങ്ങനെ ഒരു പാക്കേജ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 4-5 പേരൊക്കെ ഉള്ള ഫാമിലികൾക്ക് ഡേ ടൈമിൽ നമ്മൾ നേരെ പോകുകയല്ല 500 രൂപ വെച്ച് കൊടുക്കും. നൈറ്റിൽ അങ്ങനെ ഒരു പാക്കേജ് നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഡേ ടൈമിൽ മാത്രം 500 രൂപ വെച്ച് കൊടുക്കും. പിന്നെ ഈ ഒറ്റയ്ക്ക് വരുന്നവരുണ്ടാവില്ല. ഇപ്പോൾ ഫ്രണ്ട്സ് ആയാലും പിന്നെ 4-5 ആളൊക്കെ മാത്രം വരുന്നത് ഒരിക്കൽ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഹെഡിൽ 100 വെച്ച് അങ്ങനെ കൊടുക്കുന്നത്. അതാണ് ഇവിടെയുള്ള മെയിൻ പാക്കേജ്. പിന്നെ ആ സ്റ്റീം ബാത്ത്, സോനാബാത്ത് അതിനൊക്കെ ഞങ്ങൾ സെപ്പറേറ്റ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 6000 വാട്ട്സോളം കറണ്ട് അതിന് വരുന്നുണ്ട്. അതൊക്കെ പറഞ്ഞാൽ യൂറോപ്യൻസ് അത്രയും ഹൈ ക്ലാസ് ആൾക്കാർ ഉപയോഗിക്കും. അതിനെപ്പറ്റി അറിഞ്ഞാൽ ഉപയോഗിക്കും. കാരണം അതൊക്കെ ചെയ്യാനായിട്ട് തന്നെ 4-5 ഡോക്ടേഴ്സ് വരുന്നുണ്ട്. അത് അത്ര എഫക്റ്റീവാണ് ബോഡിക്ക്. അത് ചെയ്യുന്ന അത്രയും നല്ലതാണ്. ഒരാൾ ഇതൊക്കെ ഒഴുക്കി വന്നിട്ട് റെഡി ആയി പോയിരുന്നില്ല. അപ്പോൾ മൂപ്പരായിട്ട് 2-3 ആളായിട്ട് വന്നു. പിന്നെ ഇതിൽ ഞങ്ങൾ പ്രൈവസിയാണ് ഇതിൻ്റെ മെയിൻ. ഒരു ഫാമിലിയുടെ ഉള്ളിൽ കയറിയ ഞങ്ങൾ ഡോറ് ക്ലോസ് ചെയ്യും. പിന്നെ ഞങ്ങൾ ഒരു എല്ലുണ്ട്, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഞങ്ങൾ കണക്ട് ചെയ്യാം. ഇവിടെ വലിയുണ്ട് കേട്ടോ. പിന്നെ ട്യൂബ് കാര്യങ്ങൾ അങ്ങനെ. ബാക്കിയുള്ള പൂളിലൊക്കെ അതിന് റെന്റ് ഈടാക്കുന്നുണ്ട്. ഞങ്ങളുടെ പൂളിൽ അതിന് റെന്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ മാറ്റ് ഇട്ടുണ്ടാവും. ആ മാറ്റിലല്ലാതെ നമ്മൾ ഓടിയാലും അതുപോലെ തന്നെ ചാടാനൊക്കെ നിന്നാൽ അവിടെ വളക്കി വെക്കും. അപ്പോൾ വളക്കി വീണാൽ ഭയങ്കര പ്രശ്നമാകും. അപ്പോൾ ഇവർ ആദ്യം തന്നെ പറഞ്ഞു തരും. അത് പറഞ്ഞു തന്നില്ലാന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് വീട്ടിൽ പറഞ്ഞു തരാണ്. അപ്പോൾ അങ്ങനത്തെ നമ്മളെ സ്വന്തം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സേഫ്റ്റി ആയിട്ട് ശ്രദ്ധിക്കട്ടോ. പിന്നെ അത് പറ്റിക്കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ചെറിയൊരു തോതിൽ അവിടെ ഉണ്ട് കേട്ടോ. അത് ശ്രദ്ധിച്ചാണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തം കാര്യങ്ങളൊന്നും പിന്നെ വേറെ ആൾ ചെയ്തു തരാണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയാനുള്ളത്,
കൂടുതലുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഏകദേശം ഞങ്ങളൊന്നും ഇവിടുന്ന് പറഞ്ഞത്. അതിൻ്റെ ഇത് പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ അങ്ങനെ വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ തുറന്നു വെച്ചത്. ആദ്യം ഇതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ മാക്സിമം പറയലുണ്ട്, എന്നിട്ടും കേൾക്കാതാവുമ്പോഴാണ് ഇങ്ങനത്തെ ഇതൊക്കെ പറയുക. അപ്പൊ കുട്ടികളൊക്കെ വരുമ്പോ അവിടെ പറഞ്ഞു ഒതുക്കി ആദ്യം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ട് വരിക. പിന്നെ ഇപ്പൊ തന്നെ ഏകദേശം ബുക്കിംഗ് ആണല്ലേ? ഇന്നിപ്പം ഏകദേശം 11 മണി വരെയുള്ള ബുക്കിംഗൊക്കെ ഫുള്ളാണ്. ഏകദേശം 11 മണി വരെ എല്ലാം ഫുള്ളാണ്. ഇപ്പൊ നിങ്ങൾ കാണാറുള്ള പെരുന്നാളിന്റെ പിറ്റേന്നായിരിക്കും നിങ്ങൾ കണ്ടില്ലേ. ഇത്ര പേരുള്ളൂ, കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. പറയാൻ മാത്രം ഉള്ള പോരായ്മകളൊന്നും എനിക്ക് ഇവിടെ തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ സ്വന്തം നമ്മൾ ശ്രദ്ധിക്കാതെ എനിക്ക് കാര്യമായിട്ട് പറയുന്നത്. പിന്നെ ഇതിന്റെ ലൊക്കേഷനും കറക്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അവിടെ പോയി ചെക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ വീഡിയോക്ക് സൗണ്ട് ചിലപ്പോൾ ലാഗിങ് ഉണ്ടാവും, അതുപോലെ തന്നെ സൗണ്ട് കേൾക്കാത്ത പ്രശ്നം ഉണ്ടാവും. അങ്ങനെ എനിക്ക് ജലദോഷമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരുപാട് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുവിധം നമ്മൾ മൈക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തില്ല. അപ്പോൾ മൈക്കും കാര്യങ്ങളൊക്കെ പുറത്താണ്, അപ്പോൾ എല്ലാം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളും പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരുപാട് വീഡിയോകൾ അവതരിപ്പിച്ചിട്ട് സെറ്റാക്കി തരും കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കാനും നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.